സാർ നമസ്കാരം. എൻ്റെ പേര് രജനി. സാറിനെ എന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം എൻ്റെ വീട്ടിൽ സാർ വന്നിട്ടുള്ളതാണ്, ആൻഡോ സാറും വന്നിട്ടുള്ളതാണ്. അപ്പം 2022 സെപ്റ്റംബർ 5-ാം തീയതിയാണ് എൻ്റെ മകൾ ഈ ലോകത്തുനിന്ന് പോയത്. പക്ഷെങ്കിൽ ഇന്നും ഈ ഒരു വലിയൊരു മഹാവിപത്ത് പോലെ തന്നെയാണ് ഇതിപ്പോഴും നടന്നു പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നും ഞങ്ങൾക്കൊരു നീതി ലഭിക്കുന്നില്ല. കാരണം ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷനിലാണ് ഞങ്ങളിതിനു വേണ്ടി പരാതി കൊടുത്തത്. അവിടെ ഒരു പ്രത്യേക വക്കീലോ കാര്യങ്ങളോ ഒന്നുമില്ല. പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ഹിയർ ചെയ്തത്, എന്നെ ഹിയർ ചെയ്തു. അവിടെ നിന്ന് ഇത് നിയമപരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് വെച്ച് കോടതിയിൽ നിന്ന് 14,55,000 രൂപയും അത് കോടതി വിധിയായതാണ്. കഴിഞ്ഞ 2025 മെയ് മാസത്തിലാണ്, മെയ് മാസം 1-ാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ 3 ലക്ഷം രൂപ ഇട്ട് തന്നു. അതിന് ബാക്കി അപ്പോൾ ബാക്കി ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ബാക്കി അവർ ചെയ്യുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾ കരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്കൊരു കത്ത് വന്നിരിക്കുന്നു. അവർ അതിൻ്റെ ഒരു സ്റ്റേ ഓർഡർ പോലെ, അതായത് ബാക്കി തുക പഞ്ചായത്തിന് അതില്ല. അങ്ങനെ അവരാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് സമീപിക്കാറ്. കാരണം ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ സാറ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ വീടും കാര്യങ്ങളും എല്ലാം. കാരണം ഒരു പെൺകുട്ടി ഇല്ലാതെ ഇരുന്നൊരു വീട്ടിലാണ് ഒറ്റയൊരു കുഞ്ഞേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് മാത്രം 4 മക്കൾക്ക് ഒരു മോനും ഒരു മോളും മാത്രം. ആ കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. നല്ല ആരോഗ്യമാണ്. കാരണം അത് വാക്സിൻ്റെ ഒറ്റയൊരു കുറവാണ്. ഇന്നും ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്നും പഞ്ചായത്ത് പറയുന്നത് രജനി ഒറ്റയാൾ പോരാട്ടം പോലെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് നഷ്ടപ്പെട്ട ഒരാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും വേദനയും അറിയത്തുള്ളൂ. അവളെ കാണുന്നവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവളെ മറക്കത്തില്ല. അത്ര പേഴ്സണാലിറ്റിയുള്ളൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് വേണ്ടി ചെയ്തത്. അവരെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യാം. LDF ആണ് അവിടെ ഭരിക്കുന്നത്. അപ്പം ഞങ്ങൾ LDF അല്ല എന്ന് അവർ പൊതുവായിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ LDFകാരല്ല, നമ്മുടെ പാർട്ടിക്കാരല്ല എന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളവരാണ്. അങ്ങനെ പോലും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ ഒരിക്കലും ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇവർ ചെയ്തത്. 14,55,000 രൂപ ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം പോലെയാണ് അത് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും 3 ലക്ഷം രൂപ ഇട്ടിട്ട് ബാക്കി തുകയ്ക്ക് വേണ്ടി അവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുക. അപ്പീൽ പോയിട്ട് അപ്പീൽ ചെയ്തിരിക്കുന്ന ക്ലബ് ചെയ്ത് വേറെ മൊത്തം കേസുകളുടെ ഇടയ്ക്ക് കയറ്റി വിട്ടിരിക്കുക. സ്പെഷ്യൽ കേസായിട്ട് സിരിജഗൻ കമ്മീഷൻ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, സിരിജഗൻ കമ്മീഷൻ അവിടെ നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് പ്രവർത്തിക്കാൻ ഫണ്ടില്ലാത്ത കാരണം കൊണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു കേസ്, ഇതാണ് ലാസ്റ്റ് കേസ് അവിടെ ഹിയർ ചെയ്ത ഒരു കേസ്, ലാസ്റ്റ് കേസ് തന്നെ സ്പെഷ്യൽ കേസായിട്ട് അവിടെ എടുത്ത് കാര്യങ്ങൾ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളാണിത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളക്ടർക്ക് കൊണ്ടുകൊടുത്ത് കളക്ടർ അവിടെ ഹിയറിങ്ങിന് വിളിച്ചു. വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം LSGD ഡിപ്പാർട്ട്മെൻറ്റിന് റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതുവരെ അതിന് യാതൊരു നടപടികളും ഇല്ല. ഇപ്പോഴും തെരുവ് നായ്ക്കൾ അവിടെ യഥേഷ്ടം വിവരിക്കുക, ഒരു നടപടികളും ഇല്ലാതെ വരികയാണ്. മകള് പേപ്പട്ടി അടിച്ച് മരിച്ചിട്ട് ഞങ്ങൾ ആ വീട്ടിൽ പോയതാണ്. അതിൻ്റെ നഷ്ടപരിഹാരം അത് ഉറപ്പായിട്ടും അത്തരം കാര്യങ്ങളിൽ ഒരു അപ്പീൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് വേണ്ട നടപടികൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് സ്വീകരിക്കാം.